എൻ്റെ പേര് ജെയ്മി സജി. വയനാട് ജില്ലയിലെ നടവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കമ്പനി ഉള്ളത്. കമ്പനീൻ്റെ പേര് ഹോളി ക്രോസ് ഇൻഡസ്ട്രീസ്. ബ്രാൻഡ് നെയിം നമ്മുടെ ജെയ്മീസ് ജാക്ക് ഫ്രഷ് എന്നാണ് ബ്രാൻഡ് നെയിം വരുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ ഹസ്ബൻഡ് 3 മക്കൾ വീട്ടിലുണ്ട്. നമ്മൾ വീട്ടിൽ വേസ്റ്റ് ചെയ്ത് കളഞ്ഞ സാധനം വെൽത്താക്കി മാറ്റാനുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഉടലെടുത്തത്. ചക്കക്കുരുവിൻ്റെ പ്രോസസ്സിംഗ് ആണ് ആദ്യമായിട്ട് നമ്മൾ ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് ചക്കക്കുരു വില കൊടുത്ത് വാങ്ങുന്ന ഒരു യൂണിറ്റ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ നെല്ലിന് 1700 രൂപ വിലയുള്ളപ്പോൾ 2500 രൂപ വിലയ്ക്കാണ് നമ്മൾ 1 കിൻഡിൽ ചക്കക്കുരു കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചക്കക്കുരു വില കൊടുത്ത് വാങ്ങിയും ആദ്യമായിട്ട് ചക്കക്കുരുവിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റന്റ് പായസം മിക്സ് ആണ് നമ്മൾ ആദ്യം പുറത്തിറക്കിയത്. അതിൽ നിന്ന് തന്നെ ഒരു കോഫി പൗഡർ ഉണ്ടായി. അങ്ങനെ 1-2 ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ഒരു കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ കഴിഞ്ഞ വർഷം മുതൽ മുഴുവൻ ചക്കയുടെ ഉൽപ്പന്നങ്ങളും 2020 ഈ കമ്പനി ആരംഭിച്ചത്. 2022 നമ്മൾ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ മുഴുവനായും ചെയ്യാൻ തുടങ്ങിയത്. ഹോളി ക്രോസ് ഇൻഡസ്ട്രീസിൽ പ്രധാനമായിട്ട് 20ഓളം മെഷീനറികളാണുള്ളത്. എല്ലാം നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല മെഷീനുകളാണ്. നമുക്ക് വലിയ അളവിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ശരിക്കും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ വരുന്നു. നമ്മൾ ഇവിടുന്ന് തന്നെ പ്രൊഡക്ഷൻ എടുത്തിട്ടാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം പുറത്തിറക്കുന്നത്. അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഒരു ഉൽപ്പന്നങ്ങളും എടുത്ത് നമ്മളിവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടില്ല. എന്ത് സാധനം ആയിക്കോട്ടെ നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വിപണനത്തിന് വേണ്ടി ഇറക്കി വിടുന്നത്. പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തുവാണ്. ജാക്ക് ഫ്രൂട്ടിന്റെ പാലട പായസം മിക്സ് ആണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പായസം മിക്സ് നമ്മൾ 1.5 ലിറ്റർ പാലിലിടുന്നു. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം റെഡി. ഒരു കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ടിന്റെ വാക്വം ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ആണിത്, റൈപ്പാണിത്. അതും ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതുപോലെ വാക്വം ഫ്രൈഡ് ബനാന ചിപ്സ്, അത് നമ്മളുടെ ഒരു ഉൽപ്പന്നമാണ്. പിന്നെ റൈസ് ഫ്ലോർ ആണ്. ജാക്ക് റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ചക്ക ചേർത്ത അപ്പത്തിന്റെ പൊടിയാണ്. ഇതുകൊണ്ട് നമുക്ക് പത്തിരി, വെള്ളയപ്പം, ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കാവുന്ന ഒരു പൗഡറാണിത്. പിന്നെ ഇതിൽ നിന്നുള്ള ഒരു ആട്ട പൗഡർ, ജാക്ക് ഫ്രൂട്ടിന്റെ ആട്ട പൗഡറാണിത്. ഇത് നമുക്ക് ചപ്പാത്തി, പൂരി എല്ലാം ഉണ്ടാക്കാൻ ഇതിൽ നല്ലൊരു അളവിൽ ചക്ക ചേർത്തിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതുപോലെ ജാക്ക് ഫ്രൂട്ടിന്റെ പുട്ടുപൊടി, സ്റ്റീംഡ് പുട്ടുപൊടിയാണിത്. ഇത് ചക്ക ചേർത്ത് വരുന്ന ഒരു പുട്ടുപൊടിയാണ്. ഇത് നമുക്ക് ഇപ്പം എല്ലാ രോഗികൾക്കും ഏറ്റവും നല്ലൊരു ചക്കയുടെ ഉൽപ്പന്നം ഏറ്റവും നല്ലതായതുകൊണ്ട് അത് ചേർത്തുള്ള ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. അങ്ങനെയാണ് ഈ ഉൽപ്പന്നം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. സ്റ്റീംഡ് പുട്ടുപൊടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചക്ക ചേർത്തിട്ടും കൂടെ ചെയ്തു വരുന്ന ഉൽപ്പന്നമാണത്. പിന്നെ നമ്മുടെ ഒരു ഉൽപ്പന്നമാണ് ചക്ക വരട്ടി. ചക്ക വരട്ടി നമ്മളിത് കുഞ്ഞുങ്ങൾക്കൊക്കെ ദോശ, ഇഡ്ഡലി, അപ്പം, എല്ലാ ചപ്പാത്തി എല്ലാ ഉൽപ്പന്നങ്ങളും തേച്ച് കൊടുക്കാനും പായസം ഉണ്ടാക്കാനും പിന്നെ ജാമായിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സാധനമാണിത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബനാന പൗഡറാണിത്. ഇത് നമ്മൾ ഇവിടെ തന്നെ വാഴയ്ക്ക വാങ്ങി നല്ലപോലെ തൊലി പൊളിച്ച് കഴുകി ഡ്രയറിൽ ഉണക്കി പൊടിച്ചു വരുന്ന ഒരു ഉൽപ്പന്നമാണ്. പിന്നെ ഇതാണ് ജാക്ക് കോഫി. ജാക്ക് കോഫിയുടെ പ്രത്യേകത കഫിൻ ഫ്രീ ആയിരിക്കും ഈ ഉൽപ്പന്നം. ഇത് കോഫി പൗഡർ ബ്ലെൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൽ കോഫി ചേർക്കാതെ തന്നെ കോഫിയുടെ അതേ ടേസ്റ്റും ഫ്ലേവറും വരുന്ന ഒരു ഉൽപ്പന്നമാണ്. പിന്നെ ചക്കയുടെ പൗഡറാണിത്. ചക്കയുടെ പൗഡർ നമ്മൾ ഇത് പാക്ക് ചെയ്ത് വെച്ച് കഴിക്കുന്നതാണ്. ഇത് നല്ല മൂത്ത ചക്ക ഡ്രയറിൽ ഉണക്കി പൊടിച്ച് അതിൽ നിന്ന് വരുന്നൊരു ഉൽപ്പന്നമാണ് ചക്കയുടെ പൗഡർ. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന വേറൊരു ഉൽപ്പന്നമാണ് സ്റ്റീംഡ് പുട്ടുപൊടി. ഇത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനം വേണം. പിന്നെ പുറത്തേക്ക് ഒത്തിരി അളവിന് പോകുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റീംഡ് പുട്ടുപൊടി. അതുപോലെ തന്നെ റൈസ് പൗഡർ, ഇതുപോലെ തന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പിന്നെ മലബാർ മിൽമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പായസമാണ് ഇത്. മലബാർ മിൽമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു പാലട പായസമാണ് ഈ വരുന്നത്. ഹോളി ക്രോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ തൊഴിലാളികളാണ്. അവരെല്ലാം നല്ല ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാ മെഷീനറികളാണെങ്കിലും ഹൈ പവർ കൂടിയ മെഷീനുകളാണെങ്കിലും എല്ലാം പ്രവർത്തിപ്പിക്കുന്നതെല്ലാം വനിതകൾ തന്നെയാണ്. അവർ ചെയ്യുമ്പോൾ അവർക്ക് അവരിലൊരു ആത്മവിശ്വാസം വളരുന്നു, അവർക്കൊരു ധൈര്യം വരുന്നു. അവർക്ക് അതുപോലെ തന്നെ മാസത്തിലൊരു നല്ലൊരു വരുമാനം നേടിക്കൊടുക്കാൻ സാധിക്കുന്നു. അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. വാക്വം ഫ്രൈഡ് ചിപ്സുകളുടെ പാക്കിംഗ് ഏരിയ ആണ്. നമ്മൾ പ്രധാനമായിട്ടും 2 തരം വാക്വം ഫ്രൈഡ് ചിപ്സുകളാണ് ഇവിടെ ചെയ്യുന്നത്. ബനാനയും ജാക്ക് ഫ്രൂട്ടും. വയനാട്ടിൽ നിന്ന് കിട്ടുന്ന തന്നെ വാഴയ്ക്ക എടുത്ത് നല്ല പഴുത്ത വാഴയ്ക്ക വാക്വം ഫ്രൈ ചെയ്തു വരുന്ന ബനാനയുടെ വാക്വം ഫ്രൈഡ് ബനാന ചിപ്സ് ആണ് ഇത്. അടുത്തതാണ് ജാക്ക് ഫ്രൂട്ടിന്റെ വാക്വം ഫ്രൈഡ് ചിപ്സ്.
ഇത് ഫ്രീസറിലിരിക്കുന്ന ചക്കപ്പഴം വരിക്ക ചക്കപ്പഴം നമ്മുടെ വയനാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നത്, സാധാരണ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന ചക്കപ്പഴമാണ്. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് നമ്മൾ വാക്വം ഫ്രൈഡ് മെഷീനിൽ എണ്ണയിൽ തന്നെയാണ് വറുത്ത് കോരുന്നത്, എന്നാലും അതിൽ എണ്ണ മുഴുവൻ വാക്വം ചെയ്ത് പോവുകയാണ്. നമുക്ക് ഹെൽത്തിയാണ്, കൊളസ്ട്രോളുടെ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ആ എണ്ണ പലതവണ ഉപയോഗിച്ചാലും നമ്മളതിൻ്റെ കളർ മാറുകയോ നമുക്ക് ടോക്സിക് ആവുകയോ ചെയ്യുകയില്ല. ശരീരത്തിന് ഒരു ദോഷവും ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണിത്. വാക്വം ഫ്രൈഡ് ചിപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ വാക്വം ഫ്രൈഡ് ചിപ്സ് നമ്മൾ ഉൽപ്പന്നമാക്കി മാറ്റിയാൽ ഉടനെ തന്നെ അത് AC റൂമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. AC റൂമിലേക്ക് മാറ്റിയ ഉൽപ്പന്നമാണ് നമ്മൾ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് നൈട്രജൻ ഫില്ലിങ് അത്യാവശ്യമാണ്. എന്നാലാണ് നമുക്ക് ഈ ചിപ്സുകൾ ഒരു വർഷത്തേക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും കൂടാതെ ഇരിക്കാൻ പറ്റും. ഇത് 4 ലെയർ പാക്കിംഗ് ആണ് വരുന്നത്. 4 ലെയർ പാക്കിംഗ് ആണ്. ഒപ്പം സിപ്പ് ലോക്ക് ഉണ്ടാവും. നമ്മൾ ഉപയോഗിച്ച സാധനം പൊട്ടിച്ചതിന് ശേഷം മോയ്സ്ചർ പെട്ടെന്ന് വലിക്കുന്ന ഉൽപ്പന്നം ആയതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ സിപ്പ് ലോക്ക് ഇട്ട് വെക്കുകയും അതുപോലെ ഇത് നൈട്രജൻ ഫില്ല് ചെയ്താണ് വരിക. ഈ ഒരു വർഷത്തേക്കാണ് നമുക്ക് ഈ ചിപ്സിന്റെ ലൈഫ് പറയുന്നത്. അതിന്റെ സീലിംഗ് മെഷീനാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഉൽപ്പന്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് മെഷീൻ ഓൺ ചെയ്തു നൈട്രജൻ ഫില്ല് ചെയ്ത് എല്ലാം ഇങ്ങനത്തെ പാക്കറ്റുകളാക്കിയിട്ടായിരിക്കും നമ്മൾ ഉൽപ്പന്നം പുറത്തിറക്കുന്നത്. വാക്വം ഫ്രൈഡ് ചിപ്സുകളുടെ പ്രത്യേകത, ഇതിന്റെ 2 എണ്ണവും നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്ത് വരുന്നതാണെങ്കിലും ഓയിൽ കണ്ടന്റ് ഒട്ടുമില്ല. അപ്പോൾ നമുക്ക് ശരീരത്തിന് ഹെൽത്തി ആയതുകൊണ്ട് ഇതിന്റെ വില കോസ്റ്റ് വൈസ് അല്പം കൂടുതലാണെങ്കിലും എല്ലാ ആളുകളും ഇപ്പോൾ അംഗീകരിക്കുന്ന ഒരു കാലമായിട്ടുണ്ട്. ഇത് ജാക്ക് ഫ്രൂട്ട് ചിപ്സുകൾ 50 ഗ്രാമിലും ബനാന ചിപ്സ് 90 ഗ്രാമിലുമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ പ്രൊഡക്ഷൻ എടുത്തു കഴിയുമ്പം നമുക്ക് 1 കിലോയിൽ നിന്ന് ജാക്ക് ഫ്രൂട്ടിന്റെ 200 ഗ്രാം മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അന്നേരം നമുക്ക് ചെലവ് കൂടുതലായതുകൊണ്ടാണ് സാധാരണ വയനാട്ടിൽ നിന്നുള്ള സാധാരണ കർഷകരിൽ നിന്നുള്ള ചക്കയും വാഴയ്ക്കുമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമുക്ക് കഴിക്കുന്നവർക്കൊക്കെ ഒരു സംശയം തോന്നുന്ന ഏറ്റവും വലിയ കാരണം ഇതിൽ മധുരം ചേർത്തിട്ടുണ്ടോ എന്നാണ്, ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഒരിക്കലും ഇല്ല, ഷുഗർ ആഡ് ചെയ്യാത്തൊരു ഉൽപ്പന്നമാണ്. നല്ല മധുരമുള്ള പഴങ്ങളാണെങ്കിൽ അതിനെല്ലാം മധുരമുണ്ട്. മധുരം ഇല്ലാത്ത പഴങ്ങളാണെങ്കിൽ ഇച്ചിരി മധുരം കുറവായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഇതിലൊരു ഷുഗറോ സാധനങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് കോൾഡ് സ്റ്റോറേജ് ഏരിയ ആണ്. 25 ടൺ കപ്പാസിറ്റിയുള്ള കോൾഡ് സ്റ്റോറേജ് ആണ് നമുക്കുള്ളത്. ഇതിലാണ് നമുക്ക് ആവശ്യം ഒരു വർഷത്തേക്ക് മുഴുവൻ വേണ്ട ചക്കയും ചക്കപ്പഴവും അങ്ങനെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ ഫ്രോസൺ ചെയ്യണോ ആ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ സൂക്ഷിക്കുന്നത്. കപ്പയുണ്ട്, കാന്താരിയുണ്ട്, പച്ചച്ചക്ക പുഴുക്കിനുള്ളതുണ്ട്, ഇടിഞ്ചക്കയുണ്ട്. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കുന്ന ഒരു 25 ടൺ കപ്പാസിറ്റിയുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ആണിത്. ഇതിൽ പ്രധാനമായിട്ടും 2 യൂണിറ്റുകളാണുള്ളത്. ഒന്ന് -40 ഡിഗ്രിയുടെ ഒരു യൂണിറ്റും -18ന്റെ 18ന്റെ 2 യൂണിറ്റുകളാണ് ഉള്ളത്. നമ്മൾ -40 ബ്ലാസ്റ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ -80ലാണ് നമ്മൾ ഒരു വർഷത്തേക്ക് സൂക്ഷിക്കുന്നത്. -18ന്റെ ഒരു സ്റ്റോറേജ് ഏരിയ ആണിത്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ട ചക്ക, ചക്കപ്പഴം സാധനങ്ങളെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇടിഞ്ചക്കേൻ്റെ സീസൺ ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇടിഞ്ചക്കയാണ് ഫ്രോസൺ ചെയ്ത് വിടുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഹാഫ് ബോയിൽ ചെയ്ത ഇടിഞ്ചക്കയാണിത്. ഇത് ഹാഫ് ബോയിൽ ചെയ്ത് നമ്മൾ 400 ഗ്രാം പാക്കറ്റുകളാക്കി അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് പോകുന്നത്. പിന്നെ ഇത് പുഴുക്കിനുള്ള പച്ചച്ചക്കയാണ്. പുഴുക്കിനുള്ള പച്ചച്ചക്ക ഇതുപോലെ തന്നെ നല്ല 4 പീസുകളാക്കി നമ്മൾ പുഴുക്കിൻ്റെ പാകത്തിനാക്കി അരിഞ്ഞ് ബ്ലാസ്റ്റ് ചെയ്താണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ പച്ചക്കപ്പയാണ്, പുഴുക്കിനുള്ള പച്ചക്കപ്പ കൊത്തി നുറുക്കിയതുകൊണ്ട് ചെണ്ടൻ എന്ന് പറയുന്ന രീതിയിലുള്ള കഷ്ണങ്ങളും ഉണ്ട്. ഇങ്ങനെ ഈ സാധനം ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഈ സാധനം കടകളിൽ നിന്നൊക്കെ ലഭ്യമാണ്. പിന്നെ കാന്താരിയാണ്. കാന്താരി ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് മുഴുവൻ പോകുന്നത് ഈ ഉൽപ്പന്നമാണ്. പിന്നെ ചെറിയുള്ളിയാണ് നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന രീതി സമയത്തൊക്കെ എടുത്ത് നമുക്ക് ആവശ്യം പോലെ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന സാധനമാണിത്. പിന്നെ ചക്കപ്പഴം നമ്മൾ ഇതുപോലെ തന്നെ -40 തണുപ്പിച്ച സാധനമാണ് ഈ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങളും പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് സാമ്പാറിനൊക്കെ ആവശ്യമുള്ള വലിയ മുളകാണിത്. ഈ മുളക് ഇതുപോലെ തന്നെ പാക്കറ്റുകളിലാക്കി പുറത്തേക്ക് പോകുന്ന ഒരു ഉൽപ്പന്നമാണ്. പാക്കറ്റുകളിൽ ഏകദേശം 400 ഗ്രാമാണ് ചെയ്തു വരുന്നത്. ഈ പച്ചച്ചക്ക, കപ്പ, അതുപോലെ തന്നെ ഇടിഞ്ചക്ക, ഈ സാധനം എല്ലാം 400 ഗ്രാമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഏതളവ് പറയുന്നോ അളവിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇന്നിവിടെ വർക്കില്ലാത്തൊരു ദിവസമാണ്. എന്നാലും ഞാൻ എല്ലാ മെഷീനറികളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വിവരിച്ചു തരാം. ഇത് ഹീറ്റ് പമ്പ് ഡ്രയർ ആണ്. ഇതിന്റെ ഗുണവും മണവും ഒന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ എങ്ങനെയാണോ നമ്മൾ ഉണക്കാൻ കയറ്റുന്നത് അതേ രീതിയിൽ നമുക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. ഇതിലൊരു സമയം തന്നെ നമുക്ക് 300 കിലോ ഉൽപ്പന്നം ഓരോ സമയം ഉണക്കിയെടുക്കും. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള പച്ചച്ചക്ക ഉണക്കുന്നത്, വാഴയ്ക്ക ഉണക്കുന്നത് എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ട്രേകളിൽ അടുക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നിശ്ചിത സമയം കൊണ്ട് നല്ല ഗുണവും മണവും നഷ്ടപ്പെടാത്ത രീതിയിൽ എടുക്കാൻ സാധിക്കും. അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത.
ഇത് റിട്രോട്ടിംഗ് സംവിധാനമാണ്. ഇതിന്റെ പ്രത്യേകത 120 മുതൽ 140 ഡിഗ്രി വരെ ഹൈ ടെമ്പറേച്ചർ ചൂടാക്കുകയും -ഡിഗ്രിയിൽ തണുപ്പിക്കുകയും ചെയ്ത ഉൽപ്പന്നങ്ങൾ നമുക്കത് റൂം ടെമ്പറേച്ചറിൽ കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നും കൂടാതെ 1 വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിലാണ് നമ്മൾ ജാക്ക് ഫ്രൂട്ടിന്റെ പൾപ്പ്, ജാക്ക് ഫ്രൂട്ടിന്റെ ടെൻഡർ ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു ബിരിയാണിയാണ് പിന്നെ നമ്മൾ സാമ്പിൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ ചിക്കൻ പീസിന് പകരം ഇടിഞ്ചക്കയുടെ പീസായിരിക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടാവുക. ബാക്കി റെഡി ടു ഈറ്റ് ഉൽപ്പന്നമാണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നും ചേർത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഉൽപ്പന്നം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ 1 വർഷത്തേക്ക് ഇവിടെ ഇരിക്കുന്നതാണ്. അതാണ് ഈ മെഷീന്റെ പ്രത്യേകത. ഇതിൽ നമുക്ക് കറികള്, പുഴുക്കുകള്, എല്ലാ ഉൽപ്പന്നങ്ങളും ചെയ്യാവുന്നതാണ്. ഓവനിലോ 10 മിനിറ്റ് തിളച്ച വെള്ളത്തിലോ ഇട്ട് കഴിഞ്ഞാൽ ഈ റിട്രോട്ട് പൗച്ചുകൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് എന്ത് സാധനവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഇറക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ 100 കിലോ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ഈ മെഷീൻ ഉള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ലോക്ക് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ട്രേകളിലാക്കി ഉൽപ്പന്നം കയറ്റുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് 45 മിനിറ്റ് നീളുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അത് കഴിഞ്ഞാണ് ഉൽപ്പന്നം നമ്മൾ പുറത്തെടുത്ത് വരുന്നത്. വാക്വം ഫ്രൈഡ് ചിപ്സുകൾ ചെയ്യുന്ന മെഷീനാണിത്. വാക്വം ഫ്രൈഡിന്റെ മെഷീനാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ജാക്ക് ഫ്രൂട്ടും ബനാനയാണ് ചെയ്യുന്നത്. രണ്ടിന്റെ റൈപ്പാണ് ചെയ്യുന്നുള്ളൂ. ആ ഉൽപ്പന്നം നമ്മൾ ഫ്രീസറിൽ നിന്ന് വരുന്ന ചക്കപ്പഴം നേരിട്ട് ഈ റിങ്ങിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സാധനം അടച്ചതിന് ശേഷം നേരെ ഈ മെഷീന്റെ ഉള്ളിൽ ഇവിടെ തുറന്ന് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പ്രൊഡക്റ്റ് കയറ്റുന്നത്. ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കയറ്റിയ സാധനം നേരെ തന്നെ നമ്മൾ ഉൽപ്പന്നം അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നു. നമ്മൾ കൈകൊണ്ടൊന്നും തൊടുന്നില്ല. നേരെ അടച്ച് ക്ലോസ് ചെയ്ത് മോട്ടറെല്ലാം ഓൺ ചെയ്ത് റെഡിയാക്കി കഴിയുമ്പോൾ തിളച്ച എണ്ണ ഇവിടെ കയറി വന്ന് ഈ സാധനം ചിപ്സാക്കി മാറ്റി ചിപ്സിന് നേരെ വറന്നു കഴിയുമ്പോൾ എണ്ണ താഴെ ഇറക്കുന്നു. വാക്വം ചെയ്ത് സെൻട്രിഫ്യൂജ് കൊടുത്ത് അതിലുള്ള എണ്ണ മുഴുവൻ വലിച്ചു കളഞ്ഞ ശേഷമാണ് നമ്മൾ ഉൽപ്പന്നം ഈ ഡോർ തുറന്ന് നേരെ പുറത്തേക്ക് എടുത്ത് ഈ മേലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൈകൊണ്ട് തൊടുവോ പറക്കോ ഒന്നും ചെയ്യുന്നില്ല. ഒരു മണിക്കൂർ കൊണ്ടാണ് നമുക്കൊരു ഉൽപ്പന്നം ജാക്ക് ഫ്രൂട്ട് ആണേലും ബനാന ആണേലും 1 മണിക്കൂർ കൊണ്ടാണ് നമുക്കിത് എടുക്കാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ കൈകൊണ്ട് നോക്കാൻ നമുക്ക് ഒരു രക്ഷയില്ല. നമ്മൾ ആകെ ഇതിന്റെ തിള നിൽക്കുന്ന ഒരു അളവ് മാത്രമാണ് നമുക്ക് നോക്കാൻ സാധിക്കുന്നത്. ഇത് ഇലക്ട്രിക് ഡ്രയർ ആണ്. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ചക്കക്കുരുവിന്റെ പ്രോസസ്സിംഗ് ആണ് ആദ്യം ആരംഭിച്ചത്. ചക്കക്കുരു ഉണക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. ഇതിനുള്ളിലാണ് നമുക്ക് ഇതിലൊരു 2.5 കിലോ ചക്കക്കുരു വെച്ച് നമുക്ക് ഇങ്ങനത്തെ 4 റോകളാണുള്ളത്. ഇങ്ങനെ 4 എണ്ണം. ഇവിടെ 2 റോയുണ്ട്. അവിടെയുള്ള മെഷീനിലും 2 റോകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലെല്ലാം കൂടി നമുക്ക് 2.5 കിൻഡലോളം ചക്കക്കുരു ഒരേ സമയത്ത് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. അതൊരു നിശ്ചിത സമയം ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചക്കക്കുരു വരുന്നതെല്ലാം സോർട്ട് ചെയ്ത് അതിലേക്ക് മാറ്റുന്നത്. ഇതിൻ്റെ തന്നെ ഒരു സെറ്റ് മെഷീനും കൂടെയാണ് അവിടെയുള്ളത്, ഇവിടെ കാണാൻ സാധിക്കുന്നത്. വാഷിങ്ങിൻ്റെ ഒരു ഏരിയ ആണിത്. അരി, ചക്ക അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന സാധനം സ്റ്റീമറാണ് ഈ കാണുന്നത്. സ്റ്റീമറിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് ഒരു നിശ്ചിത സമയമുണ്ട് എല്ലാത്തിനും. അതിൽ സ്റ്റീം ചെയ്തിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം പുറത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചക്ക വരട്ടി ഉണ്ടാക്കുന്ന ഒരു റോസ്റ്ററാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഒരു സമയം തന്നെ 2 കിൻഡലോളം ചക്കവരട്ടി ഒരേ സമയം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ പൾപ്പ് എടുക്കുന്ന ഒരു മെഷീനാണിത്. പൾപ്പ് ഇതിൻ്റെ ഉള്ളിൽ കുരുവും പൾപ്പെല്ലാം വേറെ വേറെയായി വരുന്ന ഒരു മെഷീനാണ്. പിന്നെ അരയ്ക്കുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. ചക്കപ്പഴം എല്ലാം നമ്മൾ ചക്കവരട്ടിക്ക് വേണ്ടതും പൾപ്പ് എടുക്കാനും വേണ്ട ചക്കയെല്ലാം അരയ്ക്കുന്ന ഒരു മെഷീനാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് ഹൽവ ഉണ്ടാക്കുന്നത്. ചക്കയുടെ നിന്നുള്ള ഹൽവയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെഷീനാണിത്. ഇത് കട്ടറാണ്. ചക്ക പീസുകളാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ കട്ടറാണ് അവിടെ ഉപയോഗിക്കുന്നത്. മിനി ബോയിലറാണിത്. ഈ മിനി ബോയിലറിൽ 750 ലിറ്റർ വെള്ളമാണുള്ളത്. ആ വെള്ളം തിളയ്ക്കുന്ന സ്റ്റീം കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുക. അതിൻ്റെ സ്റ്റീമിൻ്റെ ലെവലുണ്ട്, വാട്ടറിൻ്റെ ലെവലുണ്ട്. ഇതിൽ നമുക്ക് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അത് സ്റ്റീം റെഡ് ലൈനിന് അപ്പുറം കയറാൻ പാടില്ല. അതിൻ്റെ ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് ചെറിയ അളവിന് തീ കത്തിച്ച് അതിലെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നു. ഇതിലാണ് വാട്ടറിൻ്റെ ലെവൽ കാണുന്ന ഒരു പൈപ്പാണ് ഇത് കാണുന്നത്. ഇതിൽ വെള്ളത്തിൻ്റെ നോക്കണം, അതുപോലെ സ്റ്റീമിൻ്റെ ഒരു ലെവലാണത്. അത് ഈ പൈപ്പ് ലൈൻ വഴി നമ്മുടെ 4 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരേ സമയം തന്നെ സ്റ്റീം ഈ ഒരു മിനി ബോയിലറിൽ നിന്നാണ് പോകുന്നത്. ഈ റോസ്റ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ചക്കക്കുരു പൗഡറുകൾ എല്ലാം റോസ്റ്റ് ചെയ്തത്. ചക്കക്കുരു പൗഡർ ആണെങ്കിലും സ്റ്റീംഡ് പുട്ടുപൊടി, പത്തിരിപ്പൊടി ഇങ്ങനെ ഉൽപ്പന്നങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 2.5 കിൻഡൽ സാധനം നമുക്ക് ഒരു സമയം തന്നെ വറുക്കാവുന്നതാണ്. ഇത് വറുത്ത സാധനം നമ്മൾ നേരെ ഇവിടെയുള്ള വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ട്രേ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉൽപ്പന്നം പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യണം. ചക്കക്കുരു ഒക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് മാത്രം കളഞ്ഞ് ചുവപ്പ് കളർ നിലനിർത്തിക്കൊണ്ടാണ് അതിവിടെ പുറത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പാറ്റിപ്പറക്കി വൃത്തിയാക്കി ഈ ഉൽപ്പന്നം പുറത്തെടുക്കുന്നത്.
പൗഡറുകളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു പാക്കിംഗ് മെഷീനാണിത്. ഇതിൽ നമുക്ക് അളവുകൾ സെറ്റ് ചെയ്യാം. അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെഡലുണ്ട്. ഈ പെഡൽ അമർത്തി കഴിഞ്ഞാൽ ഏത് അളവാണോ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ അളവ് നമുക്കിവിടെ പൗച്ച് പിടിച്ച് അതിനുള്ളിൽ നിറച്ചതിന് ശേഷം സീലിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹോളികോസ് ഇൻഡസ്ട്രീസിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഓർഗാനിക് ആണ്. അതുപോലെ നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ റോ മെറ്റീരിയൽസും ഹൈജീനിക് ആണെന്നും അതുപോലെ തന്നെ അതിന്റെ ക്ലിയർ ടെസ്റ്റുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് തന്നെ നമ്മൾ അതിനെ കയറ്റാറുള്ളൂ. കൂടാതെ ജാക്ക് ഫ്രഷിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അത് എക്സ്പോർട്ട് ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ പാസ്സാവുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ സമയത്ത് നമ്മുടെ വർക്കേഴ്സ് എല്ലാവരും ഹൈജീനിക് ആയിരിക്കും. ക്യാപ്പ്, മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വെയർ ചെയ്ത് അവർ തന്നെ സ്വയം ഹൈജീനിക് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അവരും പ്രൊഡക്ഷൻ്റെ അകത്തേക്ക് കയറാറുള്ളൂ. 2020 ആരംഭിച്ച ഈ വനിതാ സംരംഭം 2022 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരിന്റെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പായി തിരഞ്ഞെടുക്കുകയും 25 ലക്ഷം രൂപ ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് ഒരു അഗ്രി കോൺക്ലേവ് ക്ഷണിക്കുകയുണ്ടായി. നവസംരംഭകരായ 5 മലയാളികളെ അതിൽ ക്ഷണിച്ചതിൽ പോയ ഒരു വനിതാ സംരംഭമാണിത്. അതിനുശേഷം മനോരമ ന്യൂസ് ചാനൽ പെൺതാരം അവാർഡ് നൽകി 2ാമത്തെ പെൺതാരമായി തെരഞ്ഞെടുത്തു. അത് കേരളത്തിലുള്ള മുഴുവൻ വനിതാ സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓഡീഷനായിരുന്നു. അതിൽ 2ാമത്തെ പെൺതാരമായിട്ട് കിട്ടിയ അവാർഡാണിത്. അതുപോലെ SBI അഗ്രി ഫണ്ട് അനുവദിച്ച ഒരു സംരംഭമാണിത്. അതുപോലെ നമ്മുടെ സ്വപ്ന പദ്ധതിയായ മിഷൻ 1000 വ്യവസായ വകുപ്പിന്റെ അതിൽ ഒരു 58 സംരംഭങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഒരു സംരംഭമാണ് ഈ സംരംഭം. നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം 14 ഉൽപ്പന്നങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ലഭ്യമാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് എല്ലാം. എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒത്തിരി ആളുകൾ എടുത്തു പോകുന്നുണ്ട്, പുറത്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രോസൺ ഐറ്റംസ് മുഴുവൻ ചെയ്യുന്നുണ്ട്. എന്താണോ കസ്റ്റമർക്ക് റിക്വയർമെന്റ് അത് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് ആവശ്യപ്പെട്ടാലും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിലും ലഭ്യമാണ്. അതുപോലെ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യക്കാർക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സാധനമാണോ വേണ്ടത് നമ്മൾ അത് മുഴുവൻ ഉൽപ്പന്നങ്ങളും കൊറിയർ ചെയ്തോളും. പിന്നെ കേരള അഗ്രോ ബ്രാൻഡ് നെയിം ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കേരള അഗ്രോ ഷോപ്പുകളിൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിരിക്കും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.